അതായത് റേഷൻ വ്യാപാരികളുമായി രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. മന്ത്രി GR അനിലിനൊപ്പം ധനമന്ത്രിയും ഓൺലൈൻ ചർച്ചയിൽ പങ്കെടുക്കും. ജനുവരി 27 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയാണ് ഇത്തരത്തിലൊരു ചർച്ച. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത്തരത്തിൽ ചർച്ച ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടിരുന്നു. സർക്കാർ ഒരിക്കലും റേഷൻ വ്യാപാരികൾക്ക് എതിരല്ല എന്ന് സർക്കാർ മന്ത്രി പറയുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് വ്യക്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഉറപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഈ സമരത്തിലേക്ക് പോകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എങ്ങനെയൊക്കെയാണ് റേഷൻ വ്യാപാരികളുടെ അടുത്ത നീക്കങ്ങൾ? അതുപോലെ തന്നെ ഈ ചർച്ചയിലെങ്കിലും പ്രതീക്ഷയുണ്ടോ വിനയ? ഭദ്ര, എന്തായാലും സർക്കാരുമായി രണ്ടാം ഘട്ട സമവായ ചർച്ചയ്ക്കാണ് റേഷൻ വ്യാപാരികൾ ഇന്ന് ഒരുങ്ങുന്നത്. ഈ മാസം 27-നാണ് ഈ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിട്ടുകൊണ്ട് തന്നെ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ആദ്യം ഭക്ഷ്യമന്ത്രി GR അനിലുമായി ചർച്ച നടത്തുന്നു. ആ ചർച്ച പരാജയമാകുന്നു. പല ആവശ്യങ്ങളും അല്ലെങ്കിൽ റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളും കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നടക്കം തന്നെ ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. കൂടാതെ തന്നെ ഈ സമരത്തിൽ നിന്നും അല്ലെങ്കിൽ റേഷൻ വ്യാപാരികളുടെ സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സമരവും നടത്തരുത് എന്നടക്കം അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിലായിരുന്നു ആദ്യത്തെ സമവായ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത് ഭക്ഷ്യമന്ത്രിയുമായും. തുടർന്നാണ് ഇന്ന് വീണ്ടും ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംയുക്തമായ ഒരു ചർച്ചയാണ് ഇന്ന് റേഷൻ വ്യാപാരികളുമായി നടത്തുന്നത്. ഓൺലൈനായിട്ടാണ് ചർച്ച നടത്തുന്നത്. പ്രധാനമായും ഈ റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 27-ന് ഇത്തരത്തിൽ കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു അനിശ്ചിതകാല സമരം നടത്തുകയാണെങ്കിൽ അത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതിൽ ഒരു തർക്കമില്ല. കാരണം സാധാരണ ജനങ്ങളാണ് ഈ റേഷൻ കടകളും മറ്റും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഷൻ കടകൾ അടച്ചിട്ട് ഒരു സമരം നടത്തുകയാണെങ്കിൽ അത് സാധാരണക്കാരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു സമരമായി മാറും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല തീരുമാനമെടുക്കാൻ തന്നെയാണ് ഏറ്റവും അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്നത്. പ്രധാനമായും ഈ റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വേതന പാക്കേജ് പരിഷ്കരിക്കുക, ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ റേഷൻ വ്യാപാരികളടക്കം തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് കഴിഞ്ഞ ദിവസം ഈ ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോഴും പ്രധാനമായും ഈ ഭക്ഷ്യമന്ത്രി GR അനിൽ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ധനമന്ത്രിയുടെ കൂടി സമയം നോക്കിക്കൊണ്ട് തങ്ങൾ ഇരുവരെയും സംയുക്തമായി തന്നെ ഒരു ചർച്ച നടത്തും, അതിനുശേഷം ഒരു തീരുമാനമെടുക്കുമെന്ന് GR അനിൽ അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ധനമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ധനമന്ത്രിയുമായി പങ്കുചേർന്നുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രി അടക്കം തന്നെ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന സമരപരിപാടികളിൽ നിന്നും റേഷൻ വ്യാപാരികൾ പിന്മാറണമെന്നൊരു ആവശ്യമായിരുന്നു അന്ന് ഭക്ഷ്യമന്ത്രി അടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു പിന്നീട് ഈ ചർച്ച നടത്തുന്നു. ചർച്ച പരാജയപ്പെടുന്നു. ഭക്ഷ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ അടക്കം തന്നെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച കാര്യങ്ങൾ ഉന്നയിക്കുന്നു. റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നു. തങ്ങൾ റേഷൻ വ്യാപാരികളുടെ സമരത്തിന് അല്ലെങ്കിൽ റേഷൻ വ്യാപാരികൾക്ക് എതിരായിട്ടല്ല സർക്കാർ ഒരിക്കലും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നടക്കം ഈ ഭക്ഷ്യമന്ത്രി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഈ ചർച്ചകൾ നടത്തിയിട്ടും അനുനയിപ്പിക്കാൻ ഈ റേഷൻ വ്യാപാരികളെ അനുനയിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമരമാണ് തങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു റേഷൻ വ്യാപാരികളടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് സർക്കാരിന് മുന്നിലേക്ക് തങ്ങൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ഈ റേഷൻ വ്യാപാരികളടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 27-ന് ഈ മാസം 27-ന് റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് തന്നെ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് തന്നെയാണ് റേഷൻ വ്യാപാരികൾ ഇപ്പോഴും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കണം, അതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാടിൽ തന്നെയാണ് നിലവിൽ ഇപ്പോഴും റേഷൻ വ്യാപാരികളടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. റേഷനിംഗ് കൺട്രോളർ അധ്യക്ഷനായിട്ടുള്ള
3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ റേഷൻ വ്യാപാരികൾ പറയുന്ന അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അവരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ പഠിക്കുന്നതിനുമൊക്കെ വേണ്ടിയായി 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ ചില റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് സർക്കാരിന്. ഇതൊക്കെ പരിഗണിച്ച് വരികയാണ് എന്ന് മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? കാരണം ഇനി ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ, അതായത് ഇന്നിപ്പോൾ ഈ ഒരു ഓൺലൈൻ ചർച്ച കഴിഞ്ഞാൽ മറ്റൊരു ചർച്ചയ്ക്ക് ഇനി റേഷൻ കട വ്യാപാരികൾ തയ്യാറാകുമോ എന്നതിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് എത്രത്തോളം പരിശോധിക്കുന്നുണ്ട്, ഈ റിപ്പോർട്ടിന്മേലുള്ള ശുപാർശകൾ ഇനി എങ്ങനെയൊക്കെയായിരിക്കും വിനയ? എന്തായാലും ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും സർക്കാർ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നതിൽ സംശയമൊന്നുമില്ല. കാരണം ആദ്യം ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ധനമന്ത്രിയുമായി കൂടിയാലോചിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഓൺലൈനായിട്ടാണ് ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ ചർച്ചയ്ക്ക് എന്തായാലും സർക്കാർ ഒരുങ്ങുക. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക. ഈ റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അത് എത്രത്തോളം ആവശ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്നടക്കം പരിശോധിക്കും. ആ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാവുക. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച ഈ കാര്യങ്ങളടക്കം തന്നെ പരിശോധിച്ചിരുന്നു. അതിൽ പലതും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണെന്ന് ഭക്ഷ്യമന്ത്രി അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമായിരിക്കും ധനമന്ത്രി അടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഈ റേഷൻ വ്യാപാരികളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ആവശ്യങ്ങൾ, ഈ ഉന്നയിച്ച എത്രത്തോളം ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അംഗീകരിക്കുമെന്നത് മാത്രമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച കാര്യങ്ങളാണെങ്കിലും പലതും ഈ കേന്ദ്ര സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണ്, അതായത് ഇന്നിപ്പോൾ ധനമന്ത്രി അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന്, അതായത് ഈ റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. അത് വ്യക്തമാക്കാൻ കൂടിയായിരിക്കില്ലേ ഇന്നിപ്പോൾ ധനമന്ത്രി ഇത്തരത്തിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്? തീർച്ചയായും അന്ന് ഇത്തരത്തിൽ മീറ്റിംഗിൽ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഭക്ഷ്യമന്ത്രി അടക്കം പങ്കെടുത്തപ്പോഴും ഈ കാര്യങ്ങൾ റേഷൻ വ്യാപാരികളോട് ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. പലതും ഈ റേഷൻ വ്യാപാരികൾ പറയുന്ന പല കാര്യങ്ങളും ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നടക്കം തന്നെ അന്നും വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇന്നും ഏറ്റവും കൂടുതലായി വ്യക്തമാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഈ ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊന്ന് എന്ന് പറയുന്നത്. ഈ റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഡിമാൻഡ് സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നടക്കം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നടക്കം ഈ ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇന്നും ധനമന്ത്രി മനസ്സിലാക്കിപ്പിക്കാൻ അല്ലെങ്കിൽ റേഷൻ വ്യാപാരികളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഈ പ്രധാനമായും നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ നിലവിലെ കമ്മീഷൻ പാക്കേജ് പരിഷ്കരിക്കുക, ഈ കമ്മീഷൻ അതാത് മാസം തന്നെ നൽകുക എന്നിവയാണ് റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച മറ്റ് ഡിമാൻഡുകൾ എന്ന് പറയുന്നത്. ഈ ഡിമാൻഡുകളൊന്നും തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടല്ല സർക്കാരിന്റെ എന്ന് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇന്നും ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും. എന്നാലും ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ സമരത്തിൽ നിന്നും പിന്മാറണം എന്നൊരു ആവശ്യം തന്നെയായിരിക്കും ഇന്ന് നടത്തുന്ന ചർച്ചയിലും പ്രധാനമായും ഈ നേതാക്കളടക്കം തന്നെ ഈ ധനമന്ത്രി അടക്കം തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യാപാരികളെ ബോധ്യപ്പെടുത്താൻ തന്നെയായിരിക്കും ഈ ചർച്ചയിലടക്കം ശ്രമിക്കുക. അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്ന നിലയ്ക്ക് ഈ റേഷൻ വ്യാപാരികളുടെ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നടക്കം തന്നെ നേരത്തെ ഈ സർക്കാർ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും. നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മാറുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ
അംഗീകരിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുമെന്നടക്കം ഈ സർക്കാർ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. അതെല്ലാം തന്നെ ഈ ചർച്ചയിൽ ചർച്ചയാകുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ മാസം 27-നാണ് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭദ്ര, തീർച്ചയായും മിനിയ, എന്തായാലും റേഷൻ വ്യാപാരികളുമായി രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് മന്ത്രി GR അനിൽ. ഒപ്പം ധനമന്ത്രിയും ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് വിനയ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള വിഹിതം അത് ലഭിക്കാത്ത ഒരു സാഹചര്യം. അതായത് ഇപ്പോൾ നിലവിൽ ഈ റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകളിൽ പലതും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ഇത് കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയും ഒരു സമവായത്തിനു വേണ്ടിയുമാണ് ഇന്നിപ്പോൾ ധനമന്ത്രിയും ഈ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അതിങ്ങനെയായിരിക്കും. ഒന്ന്, വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള തുക ഒരു കിൻഡലിന് കേവലം 107 രൂപ മാത്രമാണ്. ഇതിന്റെ 50%-മായ 53.5 രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ബാക്കി തുക കിൻഡലിന് ഏകദേശം 247 രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഒപ്പം തന്നെ റേഷൻ സാധനങ്ങളുടെ ഗതാഗത കൈകാര്യ ചെലവുമായി ബന്ധപ്പെട്ടും ചെലവാകുന്ന തുകയുടെ 20% മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി മന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും റേഷൻ വ്യാപാരികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയുടെ സുപ്രധാനമായിട്ടുള്ള ഘടകം. എന്തായാലും 27-ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അനിശ്ചിതകാല പണിമുടക്കിൽ നിന്നും എങ്ങനെയെങ്കിലും റേഷൻ വ്യാപാരികളെ അനുനയിപ്പിച്ച് പിന്മാറ്റുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള വഴി.